എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഹൽദിയുടെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കല്യാണത്തിന് ഒരു 1-2 ദിവസം മുന്നായിട്ടായിരുന്നു ഹൽദി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഹൽദി വയ്ക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഹൽദി ഫംഗ്ഷൻ വെച്ചത് വൈകിട്ട് ഒരു 5:30-6 മണി സമയത്തായിരുന്നു. അന്ന് തന്നെ രാവിലെ ആയിരുന്നു എനിക്ക് മൈലാഞ്ചി ഇടാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് രാവിലെ 10 മണിക്ക് മൈലാഞ്ചി ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞത് 4 മണി 4:30 കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെയായിരുന്നു ഞാൻ അങ്ങോട്ട് ഈ ഹൽദിക്ക് വേണ്ടി റെഡി ആയത്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ അങ്ങനെ കാര്യമായിട്ട് മേക്കപ്പ് ഇടാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഹൽദിയുടെ അന്ന്. നോർമൽ എങ്ങനെയാണോ ആ രീതിക്ക് നിൽക്കാനാണ് വിചാരിച്ചത്. ഇനി അങ്ങോട്ട് കല്യാണത്തിനും കല്യാണ തലേസൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒരുങ്ങേണ്ടി വരുമല്ലോ, അതാണ്. ഈ ഒരു ഫംഗ്ഷന് പ്രത്യേകിച്ച് ചടങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് മധുരം കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുക, എല്ലാവരും മഞ്ഞ ഡ്രസ്സിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, ആ ഒരു പരിപാടിയായിരുന്നു മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ചെറുക്കനെയും പെണ്ണിനെ ഇൻവൈറ്റ് ചെയ്തു, ഞങ്ങളവിടെ പോയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഫോട്ടോസ് എടുക്കാനൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം എൻ്റെ ഫാമിലിയും പിന്നെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ചേച്ചിമാർ മാത്രമായിരുന്നു, പിന്നെ അവരുടെ പിള്ളേരും കേട്ടോ. എൻ്റെ ഹൽദി ഞാനടക്കം എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ വന്ന എല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ശ്രീജാൻ്റിയാണ്, അമ്മേരെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി ഇത് നല്ല മഞ്ഞുടുപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റിയും കൂടെ അങ്കിളുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ചെറുക്കൻ്റെ വീട്ടിലത്തെ ഫാമിലിയാണ്, ചേച്ചിമാരും പിള്ളേരൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. അവരെല്ലാവരും ഇതേ മഞ്ഞുടുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ ഞാൻ റെഡിയായി വന്നപ്പോൾ ക്യാമറമാന്മാർ വന്നിട്ട് എൻ്റെ സിംഗിൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നപ്പോൾ കപ്പിൾസ് ഫോട്ടോസും കപ്പിൾ വീഡിയോസൊക്കെ അവരിങ്ങനെ കൂടെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ഒരു ഗുമ്മായിട്ടുള്ള ലുക്കുള്ള ഫോട്ടോസൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മൊത്തത്തിൽ കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കൊണ്ട് വല്ലാതെ ഹെൽപ്ഫുള്ളായത് എനിക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാരണം എനിക്ക് എല്ലാവരും ശരിക്കും കാണാനായിട്ട് പറ്റി. ആ സമയം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടെൻഷനുള്ള സമയമായിരിക്കും, വലിയ ഫംഗ്ഷൻ അല്ല എന്നെങ്കിൽ പോലും. പിന്നെ നമ്മൾ സ്റ്റേജിൽ നിൽക്കുകയാണ്, മൊത്തം ചുറ്റും നോക്കുമ്പോൾ ഇരുട്ടാണ്, അപ്പോൾ സെപ്പറേറ്റ് ആരും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് പേരൊക്കെ ഞാൻ കണ്ടായിരുന്നു, എല്ലാവരും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഏറെ സന്തോഷം തോന്നാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള സുകുമാരൻ സാറാണ് കേട്ടോ, സബ് ഇൻസ്പെക്ടറാണ്. പുള്ളി ഈ ആങ്കറിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു സിംഗറൊക്കെയാണ്. അപ്പോൾ പുള്ളി നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പേര് ചോദിക്കുക, ജോലി എന്താണ്, എന്താ പഠിച്ചത്, ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി ചോദിക്കുന്നൊരു സംഭവമില്ലേ, കല്യാണ തലേസവും അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ അന്നൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു സംഭവമാണ് പുള്ളി അവിടെ ചെയ്തിരുന്നത്. പിന്നെ ബാക്കിൽ സോങ്സൊക്കെ അവിടെ പ്ലേ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനതൊന്നും നിങ്ങളെ കേൾപ്പിക്കുന്നില്ല, മ്യൂട്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അന്ന് അവിടെ വന്ന എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് മനസ്സിലാവും എന്താ പുള്ളി സംസാരിച്ചെന്നുള്ളത്. അതാണ് ഞാനത് പ്ലേ ചെയ്യാത്തത്. ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാൽ പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതേ നമുക്ക് മധുരം തരാനായിട്ട് പോവാം കേട്ടോ. ആദ്യം അച്ഛനും അമ്മയും കൂടിയാണ് മധുരം നൽകുന്നത്. പിന്നെ എല്ലാവരും മധുരം തരാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്നറിയില്ല, അതൊരു വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഹൽദി സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള, ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് ചെയ്യണം. എന്തോ ഒരു രസമാണല്ലോ എക്സ്ട്രാ ചടങ്ങൊക്കെ. ആദ്യമൊന്നും ഞാൻ നമ്മുടെ നാട്ടിലൊന്നും അത് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറയുമ്പോഴേ എല്ലാവരും പറയും അതൊക്കെ എക്സ്ട്രാ ചിലവല്ലേന്ന്. പക്ഷേ എത്ര ചിലവാണെങ്കിലും അതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ദിവസം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഓർത്ത് വയ്ക്കാനും ഇങ്ങനെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി എടുത്ത് നോക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതൊരു നല്ലൊരു മെമ്മറി ആയിരിക്കും നമ്മുടെ ലൈഫിലെ. ഫ്യൂച്ചറിൽ അത് അടിപൊളിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിങ്ങനെ മെമ്മറീസൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാനും അതൊരു ഡോക്യുമെൻ്ററി ആയിട്ട് സൂക്ഷിച്ച് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ അങ്ങനെ ചെറുക്കൻ്റെ വീട്ടുകാരും എല്ലാവരും വന്ന്, ചേച്ചിമാരും കുട്ടികളും എല്ലാവരും വന്നിട്ട് നമുക്കിങ്ങനെ മധുരം തന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ ആ ഒരു മഞ്ഞൾ പോലത്തെ സംഭവം നമ്മളെ മുഖത്ത് തേച്ച് തരുന്നുണ്ട് കേട്ടോ. അതാണല്ലോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. എൻ്റെ ഹൽദിയുടെ ഔട്ട്ഫിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കൊച്ചിയിലുള്ളപ്പോൾ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നൊരു സംഭവമായിരുന്നു എൻ്റെ ഹൽദിക്ക് ഞാൻ എന്തിടണം എന്നുള്ളത്. ലാസ്റ്റ് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് തന്നെ എത്തി, സ്കേർട്ടും ടോപ്പ് എന്നുള്ളത്. എനിക്കതാണ് കൂടുതൽ മാച്ചിങ് ആവുക. പിന്നെ നമ്മളന്നൊരു ഡാൻസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവുക ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കേർട്ട് ഞാൻ കൊച്ചിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. പിന്നെ അതിൻ്റെ ടോപ്പ് നമ്മൾ കൊച്ചിയിൽ നിന്ന് തന്നെ തുണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്, എൻ്റെ ആൻറ്റിയാണ് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ ആൻറ്റി തന്നെയാണ് എൻ്റെ ആ ഒരു ടോപ്പും തയ്ച്ചത് കേട്ടോ.
പിന്നെ നെറ്റിച്ചുട്ടി, മാല, കമ്മൽ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ ഹൽദി റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് ഓൾറെഡി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്കിതൊന്നും ഒരുക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റിൽ നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ചെറുക്കൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ പാരൻസും ഒക്കെ നമുക്ക് മധുരം തന്നു. പിന്നെ അമ്മൂച്ചീച്ചി മധുരം തന്നു. ഇപ്പോൾ ഡുക്കു ആണ് കേട്ടോ മധുരം തരുന്നത്. ഡുക്കു എന്ന് പറഞ്ഞാൽ മാമൻ്റെ മോനാണ്. അതിനുശേഷം മധുരം തരൽ മാത്രമല്ല കേട്ടോ, മഞ്ഞൾ തേക്കലും ഉണ്ട്. അതിനുശേഷം ബാക്കിൽ നിൽക്കുന്നത് രാജേഷ് ചേട്ടനാണ്. രാജേഷ് ചേട്ടൻ്റെ കൂടെ ഒരു ആവയുണ്ട്. ആ സമയത്ത് അപ്പോൾ എനിക്കതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് ഞാനത് കാര്യമായിട്ട് തന്നെ നോക്കുന്നത് കേട്ടോ. മുഖത്ത് ഈ മഞ്ഞൾ തേക്കുമ്പോൾ എൻ്റെ മുഖത്ത് അറിയാതെ ഒരു ഇറിറ്റേഷൻ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ വീഡിയോ കണ്ടപ്പോൾ. അതറിയാണ്ട് വരുന്നതാണ്, അല്ലാണ്ട് ആ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ മുഖത്ത് എക്സ്ട്രാ തേക്കുമ്പോൾ ഒരു ഇത് വരില്ലേ, അതാണ് കേട്ടോ. പിന്നെ സുജിമാമനും സജിനേനും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരും മധുരം തന്ന് പോയി, ഭയങ്കര സന്തോഷമായി എനിക്ക്. പിന്നെ ഞാൻ വിചാരിക്കാത്ത രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് അശ്വതിയും അവളുടെ ഹസ്ബൻഡും കൂടിയിട്ട്. ഇവരെ ഞാൻ അവിടെ നിന്നേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരമായി വാവാന്ന് പറഞ്ഞ് വിളിക്കുന്നത്, ലാസ്റ്റാണ് വന്നത്. അപ്പോൾ അതേ അവൾ ഭയങ്കര സംസാരം കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവരെ നന്നായിട്ട് അറിയാം, അതാണ് ഞങ്ങളും വിളിച്ചിരുന്നത് അവളേട്ടാ. പിന്നെ ദേ അടുത്തത് എൻ്റെ പാപ്പനാണ്, സൂര്യപ്പാപ്പൻ. പിന്നെ അടുത്തത് ഷൈപ്പാപ്പൻ വന്നു. അങ്ങനെ ഓരോരുത്തരോരുത്തരുടെ ഇങ്ങനെ മധുരം തന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് വന്നത് പ്രജിതമാമനാണ് കേട്ടോ. അങ്ങനെ പ്രജിതമാമൻ വന്നതിന് ശേഷം പിന്നെ വരുന്നത് ബാക്കിൽ അമ്മച്ചിയുണ്ട്. അതിന് മുന്നേ സുമാമൻ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ചടങ്ങ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദിവസം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലീസിൻ്റെ ഒന്നും ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തത് വരുന്നത് മണിമേമയാണ്. പിന്നെ ബാക്കിലുള്ള സിന്ധാൻ്റിയാണ്, അച്ഛൻ്റെ സിസ്റ്റേഴ്സാണ് കേട്ടോ ഇവരെല്ലാവരും. പിന്നെ നേരത്തെ അതിന് മുന്നേ വന്നത് അച്ഛൻ്റെ ബ്രദേഴ്സാണ്. അങ്ങനെ ഞാനപ്പോൾ ഇങ്ങനെയൊക്കെയാണോ എനിക്കറിയില്ല. എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇങ്ങനെ വന്നിട്ട് നമുക്ക് മധുരം തരുന്നതും പിന്നെ മഞ്ഞൾ തേച്ച് തരുന്നതും ഉണ്ടായിരുന്നത്. അങ്ങനെ പോയി പിന്നെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ വല്യമ്മയായിരുന്നു, അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ. വല്യമ്മയുടെ പിന്നിലുണ്ടായിരുന്നത് എൻ്റെ പാപ്പൻ്റെ ഭാര്യയായിരുന്നു, പ്രഭുതാൻ്റെ ആയിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ തന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം മേ ബി അന്ന് വന്നവരുടെയെന്ന് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ. അവരൊക്കെ ഹൽദിക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഹൽദി എങ്ങനെയാണെന്ന് ആരോട് ഞാൻ ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അവർ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ ആരോടും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും മേ ബി അവിടെ അറ്റൻഡ് ചെയ്ത് ആർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ ദേ അടുത്തത് പൂച്ചമാമനാണ് കേട്ടോ. എൻ്റെ മാമനാണ്, അമ്മയുടെ ചേട്ടൻ. പിന്നെ ബാക്കിൽ നിൽക്കുന്ന അഭയാണ് കേട്ടോ, പാപ്പൻ്റെ മോൻ. ബാക്കിൽ ഇങ്ങനെ അഭയ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ബാക്കിലായിട്ട് പവൻചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു, അമ്മയുടെ മോനാണ് കേട്ടോ. പക്ഷെ പുള്ളി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അന്ന് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോസിൽ കണ്ടായിരുന്നു ചേട്ടൻ ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ അച്ചുചേച്ചിയാണിത്, അമ്മായിയുടെ മോളാണ് അച്ചുചേച്ചി. അപ്പോൾ അച്ചുചേച്ചിയും ഉണ്ണിയും കൂടിയാണ് തന്നത്. പിന്നെ ഇത് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീജാൻറ്റി. അടുത്തതായിട്ട് ശ്രീജാൻറ്റിയാണ് നമുക്ക് മധുരം തന്നതും മഞ്ഞൾ തേച്ചതും. അപ്പോൾ ശ്രീജാൻറ്റിക്ക് കൂട്ടിനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കസിൻ പാറു അമ്മയുടെ മോളാണ് കേട്ടോ. പാറുവിൻ്റെ ബാക്കിലുള്ളത് നന്ദനയാണ്. അടുത്തത് പിന്നെ നന്ദനയായിരുന്നു മധുരം തന്നത്. നന്ദനയ്ക്ക് ശേഷം ബാക്കിൽ നിൽക്കുന്നത് നന്ദനയുടെ അനിയത്തി കുഞ്ഞനാണ് കേട്ടോ. നന്ദനും കുഞ്ഞനും കൂടിയിട്ടാണ് എന്നെ ഫുള്ളായിട്ട് ഹൽദിരാന്ന് റെഡിയാക്കി തന്നത്. കാരണം എൻ്റെ ഡ്രസ്സും പിന്നെ എനിക്ക് മൈലാഞ്ചി ഇട്ടുകൊണ്ട് എനിക്ക് ഡ്രസ്സ് മാറാനും പിന്നെ എൻ്റെ ആടയാഭരണങ്ങളൊന്നും അണിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവരാണ് ഫസ്റ്റായിട്ട് അന്ന് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് മാളു ചേച്ചിയാണ്, എൻ്റെ മാമൻ്റെ മോളാണ്. അങ്ങനെ എല്ലാവരും കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയി താഴെ ഇരുന്നു. പിന്നെ ഫുഡിങ്ങും പരിപാടികളൊക്കെ തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ വീട്ടുകാർ ഫുള്ളായിട്ട് നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു കല്യാണത്തിന് അന്ന് പോലും ഇങ്ങനൊരു ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതിൻ്റെ പിന്നാലെ അടുത്ത ഗ്രൂപ്പ് ഫോട്ടോ അമ്മയുടെ ഫാമിലി ആയിട്ട് കേട്ടോ. ഈ ഗ്രൂപ്പ് ഫോട്ടോ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര രസമല്ലേ കാണാനായിട്ട്, എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ അത് കാണുമ്പോഴായാലും നമ്മുടെ കണ്ണ് നന്നായിട്ട് നിറയും. പ്രത്യേകിച്ച് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ആരും കാണുന്നില്ലല്ലോ. പിന്നെ അടുത്തത് എൻ്റെ ഫ്രണ്ട് അശ്വതിയും ചേട്ടനാണ് കേട്ടോ. അശ്വതിയും ചേട്ടനും രാവിലെ കല്യാണത്തിനും വൈകിട്ട് റിസപ്ഷനും തലേദിവസവും ഹൽദിയും അങ്ങനെ എല്ലാത്തിനും അവർ ഓൾമോസ്റ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിമാരൊക്കെ ആയിട്ട് പിന്നെയും ഫോട്ടോസ് എടുക്കുകയാണ്. പിന്നെ പാപ്പന്മാരും മാമന്മാരും എല്ലാവരുമായിട്ട് പിന്നെയും ഫോട്ടോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ എടുക്കാത്തവരൊക്കെ വന്ന് എടുക്കുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ അച്ഛൻ്റെ പാപ്പൻ്റെ ഭാര്യയും മോളൊക്കെയാണ് കേട്ടോ. അവരും നല്ല മഞ്ഞ ഡ്രസ്സിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ലുക്കിലാണ് വന്നത് കേട്ടോ. ഇനി നമ്മൾ ഡാൻസ് പരിപാടിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഫംഗ്ഷൻ എല്ലാം തീർന്നു. അപ്പോൾ നമ്മൾ പിള്ളേർ സെറ്റ് ചെറിയ രീതിയിലൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കസിൻസിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ചധികം നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരുന്നു.
പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവാണ്ട് ഞങ്ങളങ്ങനെ കളിച്ചു. അതുമാത്രമല്ല കസിൻസ് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ ആ ഒരു വൈബ് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞങ്ങളുടെ ഡാൻസിൻ്റെ വീഡിയോ കുറച്ച് നിങ്ങളെ കാണിക്കാം കേട്ടോ. കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവൾ ആ സമയത്താണ് പിടിച്ചിട്ടത്. പക്ഷേ അവൾ നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പറ്റിയിട്ടുണ്ട് അവൾക്ക്. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ. അപ്പോൾ എല്ലാവരോടും താങ്ക്സ്. ബൈ.